എവ്രിവൺ, വെൽക്കം ടു സിഡ്നി മലയാളി. സുഖമല്ല എല്ലാവരും? നമ്മളിവിടെ എല്ലാവരും അടിപൊളിയായിരിക്കണം കേട്ടോ. കുറച്ച് ലോങ് വീക്കായിട്ട് തോന്നിയത് ഭയങ്കര ഹറിബറിയായിരുന്നു. കുറേ പരിപാടി ഉണ്ടായിരുന്നു ചെയ്യാൻ. സാനുവിൻ്റെ സ്കൂളൊക്കെ അടച്ചു, ഓഫീസൊക്കെ കുറേ പേരുടെ അടച്ചിണു. ഞാൻ പിന്നെ ഇവിടെ ജോലിയും കൂലിയിലുണ്ട്, മെറ്റേണിറ്റി ലീവ് ആയതുകൊണ്ട് എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ബട്ട് എനിവേ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഇവിടെ സിഡ്നിയിൽ കുറേ സ്ഥലങ്ങളിൽ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് നമ്മൾ പോവാതിരിക്കുകയാണ്. ഐ തോട്ട് ലെറ്റ്സ് ഷോ യു ഓൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. മെയിൻ ആയിട്ടുള്ള ഈവൻറ്റ്സ് ഒക്കെ കുറേ നടക്കുന്നുണ്ട് സിറ്റിയിൽ. ലൈക്ക് ദ പ്രോപ്പർ CBD ഇല്ലേ, ഡാർലിംഗ് ഹാർബർ, മാർട്ടിൻ പ്ലേസ് എന്നൊക്കെ പറയുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ സിഡ്നിയിലല്ലാത്തവർക്ക്, ഓസ്ട്രേലിയയിലല്ലാത്തവർക്ക് പറയാന്ന് വെച്ചാൽ ഈ ഓപ്പറ ഹൗസ് അങ്ങനത്തെ ഒക്കെ ഉള്ള സ്ഥലങ്ങളില്ലേ, ആ ഭാഗത്തൊക്കെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. നമ്മൾ പോവാറുമുണ്ട്. ബട്ട് ഇക്കൊല്ലം എന്താ വെച്ചാൽ കുഞ്ഞുവാവയും വെച്ചിട്ട് എനിക്കങ്ങനെ അത്രയും തിരക്കിലേക്ക് പോകാനൊരു ധൈര്യക്കുറവ്. അതുകൊണ്ടാണ് കേട്ടോ പ്രാവശ്യം അങ്ങോട്ടൊക്കെ ഒന്നും പോവാത്തെ. ബട്ട് നെക്സ്റ്റ് ഇയർ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് ക്രിസ്മസിന് ഞാൻ കാണിച്ചു തരാം പരിപാടികളൊക്കെ. ഇക്കൊല്ലം നമ്മൾ വിചാരിച്ചു ഓക്കെ കുറച്ച് ലോക്കൽ ട്രിപ്സ് അടിക്കാം, നമ്മുടെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോവാം, കുറച്ചൊക്കെ കാണാമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ബോക്കം ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബർബിൽ ഒരു റോസ് ഗാർഡൻ ഉണ്ട്. ആൻഡ് അവിടെ ഇന്ന് നല്ല അടിപൊളി ലൈറ്റ്സ് ഒക്കെ കാണണം എന്നുള്ള ഒരു പ്ലാനിൽ. ഓക്കെ, അവിടെ നടക്കുന്നുണ്ട് പ്രോഗ്രാം. കഴിഞ്ഞ ആഴ്ച അത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. സോ ഇറ്റ്സ് സ്റ്റിൽ ക്വൈറ്റ് ന്യൂ. രാത്രി ആവാൻ ഇനിയും ടൈം എടുക്കും. ഇപ്പോൾ നമുക്ക് ഇരുടാവണില്ല. സമ്മറാണല്ലോ അവിടെ. സമ്മർ ആണെങ്കിൽ ഇന്ന് കുറച്ച് തണുപ്പുണ്ട്. നമ്മൾ ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകാൻ പോണേ. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ അറിയിച്ചിരുന്നു, എല്ലാവർക്കും വരാൻ പറ്റിയില്ല. പക്ഷെ മീരയ്ക്കും രാജുവും അവരുടെ മോള് അനുഷ്കയും അവർ ഫ്രീ ആണ്, അതുകൊണ്ട് അവർ വരുന്നുണ്ട് നമ്മുടെ കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടി. അപ്പോൾ അവൾ ഒരുമിച്ചാണ് ഈ ലൈറ്റ്സ് ഒക്കെ കാണാൻ പോണേ. ഐ എം ഷുവർ ഇറ്റ് ബി ബ്യൂട്ടിഫുൾ, കിഡ്സ് വിൽ ഹാവ് ഫൺ. അവിടെ എന്തൊക്കെയൊക്കെയോ വേറെയും പ്രോഗ്രാംസ് ഉണ്ട് എന്നൊക്കെ കേട്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാമെന്നാണ് ഇന്നത്തെ പ്രോഗ്രാം. ഓക്കെ, സോ വൺസ് അഗൈൻ വെൽക്കം ടു സിഡ്നി മലയാളി. ഇതാണ് കേട്ടോ നമ്മൾ ഇവിടെ എത്തി. ഇതെല്ലാവരും ഉണ്ട്. റോസ് ഗാർഡൻസ് ആണ് കേട്ടോ. ഇതവിടെ പേര് കാണാനുണ്ട്, റോസ് ഗാർഡൻസ്. അവിടെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കണത്. ഇരുടായിട്ടില്ല, രാത്രിയായിട്ടും. നമ്മളിപ്പോൾ ഇതാ പതുക്കെ ഇറങ്ങാണ്. സാശുമണി നല്ല വാശി. ഓ വാവ്, frozen. Like literally, you can feel the rock hard. റോസ് ഗാർഡൻ ആണെങ്കിലും ഇവിടെ സമ്മർ ആയതുകൊണ്ട് റോസൊക്കെ ഉണങ്ങി വാടിയിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ പിള്ളേർക്കൊക്കെ ഓടി കളിക്കാനുള്ള ഒരു സന്തോഷം. ലൈറ്റ്സൊക്കെ ഇങ്ങനെ തിളങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇരുടാവാത്തതുകൊണ്ടേ ഒന്നും അങ്ങോട്ട് കാണണില്ലായിരുന്നു മര്യാദയ്ക്ക്. നമ്മുടെ ചെറുതാണെങ്കിൽ തണുപ്പടിച്ചിട്ടുകൊണ്ട് ഭയങ്കര വാശിയായിരുന്നു. സാനുവും അനുഷ്കയും കളിയായിരുന്നു. ചെറുത് വാശി പിടിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് നമ്മുടെ കുറേ പരിപാടികളൊന്നും നടന്നില്ല കേട്ടോ.
പിന്നെ പിള്ളേർക്കുള്ള ഐസ്ക്രീം ട്രക്ക് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ തണുപ്പത്ത് അതാ കണ്ടില്ലേ ചെറുത് കിടന്നിട്ട് കറിയാണ്. ഈ തണുപ്പത്തും പിള്ളേരൊക്കെ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രസമായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ഐ തിങ്ക് ഇറ്റ്സ് മോർ അബൌട്ട് ദ സ്പിരിറ്റ് ഓഫ് ക്രിസ്മസ്. ഭയങ്കര ഒരു രസമുള്ള ഒരു സമയമല്ലേ അത്. ലൈക്ക് ദി എൻറ്റയർ എയറിലൊരു നല്ല നല്ല മണങ്ങളും ശബ്ദങ്ങളും പാട്ടും. അപ്പോൾ അതൊക്കെയായിരുന്നു പരിപാടി. ഞാനിങ്ങനെ ചെറുതിനെ കാറ്റത്തു നിന്ന് ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. Feliz Navidad, Feliz Navidad, Feliz Navidad, Feliz Navidad, Feliz Navidad, prospero año, felicidad. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. കുഴപ്പമില്ല കേട്ടോ, വലിയ ഗംഭീരമൊന്നും ആയിട്ടൊന്നുമില്ല. ബിക്കോസ് ഇത് ചെറിയൊരു ലോക്കൽ പരിപാടിയാണ്. പക്ഷെ പിള്ളേർക്കൊക്കെ സന്തോഷമായി. ഐസ്ക്രീം ട്രക്കൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർ ഐസ്ക്രീം ഈ തണുപ്പത്ത് എങ്ങനെയാണോ കഴിച്ചത്, തണുത്തിട്ട് വയ്യ. No, you have to go. ഉറക്കൊക്കെ കഴിഞ്ഞ ഒരാൾ നീറ്റതാട്ടാ. അത് വാശിയൊക്കെ ഒന്ന് ചെറുതായി കുറഞ്ഞുകൊണ്ട് എല്ലാവരും അവളെ കളിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാലും ഈ ഷോട്ട് എടുത്തതിൻ്റെ ഉടനെ അടുത്ത മിനിറ്റ് തന്നെ തുടങ്ങിയ ആൾ കരച്ചിലും ബഹളം കേട്ടോ. തണുപ്പുമായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ചധികം നേരം നിൽക്കണം, എന്തെങ്കിലും ഡിന്നർ പ്രോഗ്രാമൊക്കെ മനസ്സിൽ പ്ലാൻ ഇട്ടിട്ടാണ് വന്നത്. അതൊന്നും നടന്നില്ല. അതുകൊണ്ട് കരച്ചിൽ ഇനിയും വഷളാവണതിന് മുന്നേ മീരയും രാജു അനുഷ്കയോടൊക്കെ നമ്മൾ ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ വീട്ടിൽ പോകാണ്ടിരിക്കുകയായിരുന്നു. അധികം നേരമൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് സോണിൽ പറഞ്ഞു, ചാലോ നീ വിഷമിക്കണ്ട, നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള സ്ട്രീറ്റ്സിലത്തൊക്കെ കുറച്ച് ക്രിസ്മസ് ലൈറ്റ്സും കൂടെ കാണിച്ചു തരാം. ബിക്കോസ് രാത്രി ഞാനിങ്ങനെ ഇറങ്ങാറില്ലല്ലോ അധികം. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി എന്നെ ഓരോന്നൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതും കൂടെ കുറച്ചൊക്കെ കാണിച്ചു തരാം കേട്ടോ, നമ്മുടെ വീടിനടുത്തുള്ള ലൈറ്റ്സ്.
ഗൈസ് നമ്മൾ തിരിച്ചു വീട്ടിലെത്തിട്ടോ. ഓ ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞ ഇവളുണ്ടല്ലോ. എടാ സാനു, നിനക്ക് ഇഷ്ടമായോ ലൈറ്റ്സ്? Yeah. അവൾക്ക് എന്താ വെച്ചാ അനുഷ്ക ഉണ്ടായിരുന്നല്ലോ കൂടെ കളിക്കാൻ, അതിന്റെ ആയിരുന്നു കേട്ടോ ഏറ്റവും അധികം സന്തോഷം. അധികം ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, ഉള്ള കുറച്ചൊക്കെ നമ്മൾ കാണിച്ചു. പക്ഷെ ഇനിയും പരിപാടികൾ ചിലപ്പോൾ വരികയായിരിക്കും മിക്കവാറും. അപ്പൊ ഞാൻ പറ്റുന്നതൊക്കെ കവർ ചെയ്യാം. ഓ അവൾക്ക് അവളുടെ ഡ്രസ്സ് കാണിക്കണം, അത്രേ ഉള്ളൂ. സാശു ഇവിടെ എത്തിയപ്പോ നിന്റെ കരച്ചിലൊക്കെ നിന്നു അല്ലേ? കരഞ്ഞു എന്റെ ദൈവമേ, ഭയങ്കരായിരുന്നു. കുറച്ച് തണുപ്പഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ, ഒന്ന് നല്ല തണുപ്പ്. അതാണ് അല്ലേ, തണുപ്പ് എന്ന് പറഞ്ഞാ എന്താ ഈ സമ്മറിൽ ഇത്ര തണുപ്പ് എന്ന് എനിക്കറിയില്ല. ഓ മൈ ഗോഡ്. എനിവേസ് അപ്പൊ നമ്മൾ അടുത്ത വ്ളോഗില് ഇനിയും വേറെ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഈ ഒരു വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കണം എല്ലാവർക്കും. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം Sydney സിഡ്നി മലയാളി. Merry Christmas.